നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം സ്റ്റോക്ക് സ്ക്രീനിങ് പ്ലാറ്റ്ഫോമായ ഈസി ചാർട്സിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ലൈവ് മാർക്കറ്റിൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനെ ബേസ് ചെയ്തിട്ട് സ്റ്റോക്കുകൾ സ്ക്രീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈസി ചാർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈസി ചാർട്സിൻ്റെ പുതിയൊരു വേർഷൻ, ഒരു അപ്ഡേറ്റഡ് വേർഷൻ നമ്മൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു അപ്ഡേറ്റഡ് വേർഷനെ പറ്റി, പ്രത്യേകിച്ചും ഒരു ചേഞ്ചസ് വന്നിട്ടുള്ളത് അതിൻ്റെ മൊബൈൽ വേർഷനിലേക്ക് വരുന്ന സമയത്താണ് കുറച്ചും കൂടി അതിൻ്റെ കാര്യങ്ങളിലേക്ക് ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പുതിയൊരു അപ്ഡേറ്റിനെ പറ്റി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് അതിൻ്റെ ഒരു UI ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ അതിൻ്റെ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി അപ്കമിങ് ഫീച്ചേഴ്സ്, ഇനി പുതിയ ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നതിനെ പറ്റിയിട്ട് കൂടി നിങ്ങളുടെ സജഷൻസ് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് ഈസി ചാർട്സിൻ്റെ മൊബൈൽ വേർഷനെ പറ്റിയിട്ടാണ്. കാരണം വെബ് വേർഷനിലേക്ക് വരുന്ന സമയത്ത് വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. മൊബൈൽ വേർഷനിലാണ്. കാരണം മുൻപ് ഉണ്ടായിരുന്ന ഒരു വേർഷൻ, മുന്നത്തെ ഈസി ചാർട്സിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മൊബൈലിൽ ഈസി ചാർട്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുവന്ന സമയത്ത് മൊബൈൽ യൂസേഴ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് easycharts.in സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ഡീറ്റെയിൽസ് ഇപ്പോൾ മൊബൈൽ വേർഷൻ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈസി ചാർട്സിനെ പറ്റി കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ഒരു 1 വീക്കിൻ്റെ 7 ഡേയ്സിൻ്റെ ഫ്രീ ട്രയൽ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. 7 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വളരെ മിനിമൽ വെറും 300 രൂപ മാത്രമാണ് ഇതിൻ്റെ കറന്റ് പ്ലാറ്റ്ഫോം ഫീ വരുന്നത്. 300 രൂപ ഒരു മാസത്തേക്ക് കൊടുത്ത് നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് തന്നെ 6 മന്തിൻ്റെ പ്ലാനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു ആവറേജ് പ്രൈസ് 200 റുപ്പീസിൻ്റെ അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അത്രയും ചീപ്പ് കോസ്റ്റിൽ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റ് ഡാറ്റ വെച്ചിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് സൈൻ ഇൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ജസ്റ്റ് പേര്, മൊബൈൽ നമ്പർ, അങ്ങനത്തെ 1-2 ഡീറ്റെയിൽസ് കൂടി കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് വെച്ചതുകൊണ്ടാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈസി ചാർട്സിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ നിങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോം, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ട്രയൽ വേർഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിൽ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഹൈ യുവർ ഇൻ 7 ഡേയ്സ് ട്രയൽ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് നൗ എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ പ്ലാൻ വേണ്ടത് ആ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അല്ല നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മെയിൻ ചേഞ്ചസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നേ നമ്മുടെ പഴയ ഈസി ചാർട്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായത്, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 9 സ്ക്രീനേഴ്സാണ് നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുണ്ടായത്. അപ്പോൾ മുന്നേ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴത്തെ സ്ക്രീനർ നമുക്ക് 9ാമത്തെ സ്ക്രീനർ ഒരാൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 8 സ്ക്രീനർ മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു സ്ക്രീനർ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടായത്. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ടാണ് നമ്മളിപ്പോൾ ഒരു മെയിൻ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിവിടെ ടോപ്പിൽ തന്നെ നമുക്കിവിടെ ഒരു സ്ക്രോൾ ബാർ നമുക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഈ ഒരു സ്ക്രോൾ ബാർ നമുക്ക് ജസ്റ്റ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലാസ്റ്റത്തെ സ്ക്രീൻ, ഇപ്പോൾ മൊമെൻറ്റം ക്രാക്കർ എന്ന് പറഞ്ഞൊരു സ്ക്രീനർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ക്രീനറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ക്രീനർ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഒരു മേജർ ചേഞ്ച്. നമുക്കിപ്പോൾ ഏറ്റവും താഴത്തെ സ്ക്രീനർ ആക്സസ് ചെയ്യാൻ വേണ്ടി ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഈ ഒരു ടോപ്പ് ബാറിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ക്രീനർ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ബിഗ് ബുൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓക്കെ ഇപ്പോൾ 15 മിനിറ്റ് ബുള്ളിഷ് എന്ന് പറഞ്ഞൊരു സ്ക്രീനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവിടെ ചെയ്യാനൊരു ഓപ്ഷൻ, എനിക്കിവിടെ പുതുതായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് ഫേവറേറ്റ് ചെയ്ത് വെക്കാനൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നമ്മളിപ്പോൾ ഈസി ചാർട്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്ന സ്ക്രീനർ എന്ന് പറയുന്നത് ഈ ഒരു ബ്രേക്ക് ഔട്ട് സൂൺ ക്ലോസ് 6 months എന്ന് പറയുന്ന സ്ക്രീനായിരിക്കും ഡിഫോൾട്ടായിട്ട് നമ്മുടെ ഏറ്റവും ഫസ്റ്റത്തെ സ്ക്രീൻ തന്നെയായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇനി അതിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ 15 മിനിറ്റ് ബുള്ളിഷ് എന്ന് പറയുന്ന സ്ക്രീനറാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് ആ ഒരു സ്ക്രീനർ മാത്രം ആവശ്യമുള്ളൂന്നുണ്ടെങ്കിൽ എനിക്കത് ഫേവറേറ്റ് ചെയ്ത് വെക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഈ ഒരു നിങ്ങളൊരു ലവ് ബട്ടൺ കാണുന്നുണ്ടാവും, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം ക്ലോസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എടുക്കുക, ഈസി ചാർട്സ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ഈസി ചാർട്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത്
ഓക്കെ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ചാർട്ട്സ് ഓപ്പൺ ചെയ്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഡിഫോൾട്ടായിട്ട് അതായിരിക്കും അവിടെ ഞാൻ ഇവിടെ ആ ഒരു ലൈവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫേവറേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അതായിരിക്കും നമുക്ക് അവിടെ ഡിഫോൾട്ടായിട്ട് നമ്മുടെ സ്ക്രീൻ ഹോം സ്ക്രീനിൽ വരുന്ന ഒരു സ്ക്രീനർ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്ക്രീനർ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഹോം സ്ക്രീനിലേക്ക് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു ജസ്റ്റ് ഈ ഒരു ലവ് ബട്ടൺ അത് നിങ്ങൾക്ക് ഇനി ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു ലവ് ബട്ടൺ അൺചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു മേ ബി ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ക്രീനറൊക്കെ ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് ആ ഒരു ഫീച്ചർ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ സ്ക്രീനേഴ്സിനെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ആ ഒരു സ്ക്രീനർ, ആ സ്ക്രീനറിൻ്റെ പിറകിലെ ലോജിക്ക് എന്താണ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്നാണ് യൂട്യൂബിൽ പോയിട്ട് ആ ഒരു സ്ക്രീനറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുകൂടി സോൾവ് ചെയ്യാൻ വേണ്ടി ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ക്രീനറിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റ്ലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഇപ്പോൾ എനിക്കിപ്പോൾ ബ്രേക്ക്ഔട്ട് സൂൺ ഹൈ 6 months പറഞ്ഞ സ്ക്രീനറാണ് ഞാൻ ഇപ്പം നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് അവർക്കറിയില്ല എന്താണ് ഈ ഒരു സ്ക്രീനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതിൻ്റെ പിറകിലെ ലോജിക്കുന്നത് മേ ബി എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതിന് പകരം നമ്മളിവിടെ ജസ്റ്റ് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ഐ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബേസിക് ഡിസ്ക്രിപ്ഷൻ അവിടെ സ്ക്രീനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വാട്ട് ഈസ് 15 minute ബുള്ളിഷ് എന്ന് പറഞ്ഞിട്ട് അതിന് ചെറിയൊരു 2 line ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ആ 2 line ഡിസ്ക്രിപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ മേ ബി എല്ലാവർക്കും മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ നമുക്ക് വീഡിയോ ആ ഒരു പർട്ടിക്കുലർ സ്ക്രീനറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോ ആക്സസ് ചെയ്യാനൊരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് നമ്മൾ മലയാളത്തിൽ മാത്രമാണ് ആ ഒരു വീഡിയോ ട്യൂട്ടോറിയൽസ് ഓരോ സ്ക്രീനറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കറൻ്റ് മലയാളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മലയാളം ലാംഗ്വേജ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം വാച്ച് വീഡിയോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഡയറക്റ്റ്ലി പോകുന്നത് യൂട്യൂബിലേക്കായിരിക്കും. അപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ക്രീനറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ഈവൻ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ സ്ക്രീനറിനെ പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു സ്ക്രീനറിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫീച്ചർ വൈസ് നോക്കാം, ഇപ്പോൾ നമ്മുടെ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അറിയാം എത്രത്തോളം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് പ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന 1-2 ഫീച്ചേഴ്സാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ക്രോൾ ബട്ടൺ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേവറേറ്റ് ബട്ടൺ, നിങ്ങൾക്ക് ഏതാണോ സ്ക്രീനർ വേണ്ടത് അത് നിങ്ങൾക്ക് ഫേവറേറ്റ് ചെയ്ത് വെക്കാനൊരു ബട്ടൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഐ ബട്ടൺ വെച്ച് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഏത് സ്ക്രീനറിനെ പറ്റിയിട്ടാണോ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് അതിനെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറോദ സ്റ്റോക്സ് പ്ലാറ്റ്ഫോമിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ ലിങ്ക്, അതുപോലെ തന്നെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ചാർട്ട്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറേയധികം ട്യൂട്ടോറിയൽസ് ആ ഒരു സ്ക്രീനറിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ട്യൂട്ടോറിയൽസ് മാത്രമല്ല, ആ ഒരു സ്ക്രീനർ വെച്ചിട്ടുള്ള ലൈവ് ട്രേഡ്സ് എങ്ങനെ ആ സ്ക്രീനർ ഉപയോഗിച്ചുകൊണ്ട് ലൈവ് ട്രേഡ്സ് ചെയ്യാന്നുള്ളതിനെ പറ്റി കൂടി നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എന്താണ് വളരെ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി ഇവിടെ തന്നെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ഈസി ചാർട്ട്സുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലൈവ് ട്യൂട്ടോറിയൽസും അതിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ സ്ക്രീനേഴ്സുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ നിങ്ങളുടെ ഈ ഒരു നിങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചേഞ്ചസ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി എടുത്ത ഒരു ആൾക്കാരുടെ ഒപ്പീനിയൻ പ്രകാരം ആൾക്കാർക്ക് ആ ഒരു ചേഞ്ച് ഇപ്പോൾ ഈ ഒരു രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് ആൾക്കാർക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഭയങ്കരമായിട്ട് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ള രീതിയിലാണ് നമുക്ക് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക. ഇനി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു വീഡിയോ ചെയ്യുന്ന രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള സജഷൻസും കൂടി എടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈൻ വൈസ് ആയിട്ടാണ്. അതിൻ്റെ കാണാനുള്ള ലുക്കും അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ യൂസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് കുറച്ചും കൂടി ആൾക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന പുതിയ പുതിയ ഫീച്ചേഴ്സ് കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലിപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു ഫീച്ചർ എന്ന് പറഞ്ഞ് ചെറിയൊരു ഫോറാണ്. ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് നമ്മുടെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് ബ്രേക്ക്ഔട്ട് സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ഫോറം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ട്. ഫോറം മീൻസ് ഇപ്പോൾ ഒരു ചാറ്റ് സെക്ഷൻ, ഒരു ഗ്രൂപ്പ് പോലെ ഒരു ഫോറം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു പർട്ടിക്കുലർ സ്റ്റോക്ക് കണ്ടു, ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റോക്ക് കണ്ടു, ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സെക്ഷൻ പോലൊരു സംഭവം ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ഫീച്ചേഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും സജഷൻസ്, ഇങ്ങനെ ഒരു ഫീച്ചർ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ഐഡിയാസ്, ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ കുറച്ച് ഫീച്ചേഴ്സ് നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനീഷ്യൽ പുതിയ വേർഷൻ നമ്മൾ ആ ഒരു ഫസ്റ്റ് വേർഷൻ ലോഞ്ച് ചെയ്തതിന് ശേഷമാണ്
ആണ്, ഒരു മേജർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ കറന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇനി മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ അപ്ഡേറ്റ്സ് കൊണ്ടുവരും. അപ്പോൾ നിങ്ങളുടെ സജഷൻ കൂടി നമുക്ക് ആവശ്യമാണ്. കാരണം നിങ്ങളാണ് ഈ ഒരു നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ ഈ ഒരു പ്ലാറ്റ്ഫോം, നമുക്കിപ്പോൾ കറന്റ് 35,000ഓളം പ്ലാറ്റ്ഫോം യൂസേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള സജഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഐഡിയാസ് എന്താണെന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അതുകൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ ചെറിയ അപ്ഡേറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, താങ്ക് യു.